ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടുതൽ എങ്ങനെയാണ് ഇയറിങ്സ് ഒക്കെ സ്യൂട്ട് ചെയ്യേണ്ടത് എന്നിട്ട് കാണിക്കാൻ പോകണം. നേരത്തെയൊക്കെ ആണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടോ, പക്ഷേ ഇപ്പോൾ കളക്ഷൻസ് ഒക്കെ തീരെ കുറവാണ്. കുറേയൊക്കെ ഇങ്ങനെ ചീത്തയിട്ട് പിന്നെ ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ ഇന്നെല്ലാം സെറ്റ് ചെയ്തപ്പോഴേക്കാണ് എന്നാൽ പിന്നെ ഇയറിങ്സ് കളക്ഷൻ കാണിച്ചാലോ എന്ന് വിചാരിച്ചതായിട്ടാ. പിന്നെ എപ്പോഴും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എപ്പോഴും സ്റ്റഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പൊതുവേ ഇപ്പോൾ എവിടെയെങ്കിലും പോയപ്പോൾ ഇയറിങ്സ് അങ്ങനെ മേടിക്കൽ ഇപ്പോൾ കുറവാണ്. നേരത്തെ എനിക്ക് ഭയങ്കര ക്രേസിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴും കാക്കയും കീരിയും എന്താ ചീവീടും കോഴിയൊക്കെ കൂണ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. അന്നേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കോഴി ഉണ്ട് കേട്ടോ. അതായത് ഏത് നേരവും കൂയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വീഡിയോ എടുക്കുവാണ് കോഴി മിണ്ടാണ്ടിരിക്കുന്നത്. അത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്താ കരഞ്ഞോണ്ടല്ല, സോറി, കൂയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ ബാക്കിലാണെങ്കിലും ഇപ്പോൾ കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ കീരിയല്ലല്ലോ, ചീവീട് കരയാണോ ഒച്ച ഉണ്ടാവും. അതാണ് എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. എൻ്റെ ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ടീഷർട്ടും പിന്നെ പ്രിൻറ്റഡ് സ്കേർട്ടാണ് ഇട്ടത്. അപ്പോൾ അതിന് ഞാൻ ഇയറിങ്സ് ഇടാറ് എപ്പോഴും ഇങ്ങനത്തെ ഒറ്റ റിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. റിങ്ങിൻ്റെ കളക്ഷൻ തന്നെ എനിക്ക് 2, 3, 4, 5 എണ്ണം ഉണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ റിങ് ഐറ്റംസാണ് ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങിക്കണത്. ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടാ കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അടുത്ത് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു റിങ്ങി ജിമുക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. കമ്മലെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ഇട്ടപ്പോഴായാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി കേട്ടോ, നല്ലതാണ്, ഇട്ടിട്ടായാലും എനിക്ക് അത് ഇണങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിലുള്ള ചേച്ചിമാരൊക്കെ. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. ഈ സ്റ്റാൻഡിലൊക്കെ കുറച്ച് ഹിന്ദി ചെക്കന്മാരിങ്ങനെ കൊണ്ടുവരത്തില്ലേ, 40 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ആ കമ്മലിനൊക്കെ. ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കമ്മൽ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഈ കമ്മൽ. പിന്നെ ഈ സാരിക്ക് ഞാൻ സ്യൂട്ട് ചെയ്യണ കമ്മലിൻ്റെ ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജിമിക്കിയൊക്കെ നേരത്തെയൊക്കെ കുറേ കളക്ഷൻസൊക്കെ വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിമിക്കി കളക്ഷൻ കുറഞ്ഞിട്ട് ഞാനിപ്പോൾ റിങ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഈ ബ്രൗൺ സാരിക്ക് ഞാൻ എപ്പോഴും ഈ ബ്ലാക്ക് കളറിലെ ജിമിക്കാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ്. അടുത്തത് ഈ സാരി കേട്ടോ, ഇതെൻ്റെ ഫേവറേറ്റ് സാരിയാണ്. അപ്പോൾ ഇതിനോട് തന്നെ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു ജിമിക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഗോൾഡൻ ജിമിക്കാൻ എനിക്ക് 2, 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ കൂട്ടത്തിൽ ഞാൻ ഗോൾഡൻ ജിമിക്കാണ് ഇട്ടിടാറ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ സാരിയുടെ കൂട്ടത്തിൽ സിൽവർ ജിമിക്കാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇടയ്ക്ക് അതും അങ്ങനെ മാറ്റിയിടാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും പട്ടുടം ബ്ലൗസും സ്കേർട്ടും ടോപ്പും പിന്നെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി സെറ്റ് സാരി അങ്ങനെ കൊടുക്കുമ്പോൾ കൂടുതലും പിന്നെ ജിമിക്കീസാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാറ്. ഒരു ഹാങ്ങിങ് ജിമിക്കിയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുറേ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ജിമിക്കൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ ഇത് ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ടുവന്ന കമ്മലാണ് കേട്ടോ, മയിൽപീലിൻ്റെ കമ്മൽ. വിഷുവിൻ്റെ സമയത്ത് സെറ്റ് സാരിക്കൊക്കെ കൊടുക്കാൻ നല്ല രസമായിരിക്കും ഇത്. അപ്പോൾ പിന്നെ വേറൊരു ജിമിക്കി ഇതെൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ ഒരു കുഞ്ഞ് ജിമിക്കുണ്ട് കേട്ടോ. ഇതൊരു മീഷോയിൽ നിന്നൊരു മാല വാങ്ങിച്ചപ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിലുണ്ടായ ഒരു കുഞ്ഞ് ജിമിക്കാണ്. ഇത്രയും എൻ്റെ കമ്മൽ കളക്ഷൻസാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. ഇതൊക്കെ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പതിവ്. പിന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ അത്രയും കണ്ടിഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ ഇപ്പം ഇയറിങ്സൊക്കെ അങ്ങനെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.